ഹായ് ഹലോ നമസ്കാരം, ഷാനു ആണ്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ പോയ ഒരു വൃദ്ധന്റെ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ UP ആണെന്ന് കരുതി കേരളത്തിൽ വന്ന് ഒരു പള്ളിയിൽ കയറി ജയ ശ്രീറാം വിളിച്ച ഒരു മകന്റെ കഥയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ജയ ശ്രീറാം, ജയ ശ്രീറാം, ജയ ശ്രീറാം. ഇതാണ് പള്ളി കയറി ജയ ശ്രീറാം വിളിക്കുന്ന പറഞ്ഞാൽ വിളിക്കും. ജയ ശ്രീറാം. വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും. അദ്ദേഹം വളരെ ധൈര്യത്തോട് കൂടി ഇരുന്നിട്ട് ഇതാണ് മുസ്ലിമിന്റെ പള്ളി, അതുപോലെ തന്നെ ഇവിടെ കയറി എന്ന് പറഞ്ഞാൽ കേറുമട ജയ ശ്രീറാം വിളിക്കൂടാന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ തെറിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ രണ്ട് മിസ്റ്റേക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമസ്കാര സമയത്താണ് അവിടെ ചെന്നത്. നമസ്കാര സമയത്ത് അവിടെ ചെത്തിക്കഴിഞ്ഞാല് മുസ്ലിംസ് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പം ഭൂമി ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ശരി, അത്രത്തോളം എന്താ പറയാ നല്ല രീതിയിൽ നമസ്കരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ അനങ്ങത്തില്ല. അവർ ആ രീതിയിൽ തന്നെ ഇന്ന് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അപ്പൊ അവൻ അവിടെ നിന്ന് എന്തൊക്കെ സംസാരിച്ചാലും ശരി, അവരൊരു മൈൻഡ് പോലും ചെയ്യത്തില്ല. അവർ ആ രീതിയിൽ അങ്ങ് വിടത്തേ ഉള്ളൂ. രണ്ടാമത്തെ പൊന്നുമോൻ, ധൈര്യമുള്ള ഈ പൊന്നുമൊക്കെ ചെയ്തിരിക്കുന്നത് ബാക്ക് ക്യാമറ ഉണക്കിയിട്ടാണ്. മുഖം കാണിക്കാതെയാണ് കയറുന്ന പറഞ്ഞാൽ കയറുമടാ, ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡയലോഗ് മാത്രമേ ഉള്ളൂ, സംഖ്യയാണല്ലോ, ഡയലോഗ് മാത്രമേ ഉള്ളൂ, നമുക്കറിയാം. താമരശ്ശേരിയിൽ മുസ്ലിം പള്ളിക്കുള്ളിൽ കയറി വീഡിയോ ചിത്രീകരിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത യുവാവിനെ താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി കാരാടി ആലിക്കുന്നുമ്മൽ അഭിജയ് ആണ് പിടിയിലായത്. ആലിക്കുന്നുമ്മൽ അഭിജയ് ആണ് പിടിയിലായത്. താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ നമസ്കാരം നടക്കുന്ന സമയത്ത് പള്ളിക്കകത്ത് കയറി ജയ് ശ്രീറാം വിളിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച് നവമാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചു. അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ഒരു മാനസിക രോഗി ആകാതിരിക്കട്ടെ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഒരു മാനസിക രോഗി ആകാതെ തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഇദ്ദേഹത്തെ ആരൊക്കെയാണോ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രലോഭിപ്പിച്ചിട്ടുള്ളത്, ആ ഒരു ഉൾവഴികളിലേക്ക് ഇറങ്ങി തിരിച്ച് ഇതിന്റെ അങ്ങേയറ്റം വരെ കണ്ടുപിടിക്കാനുള്ള ഒരു സജ്ജീകരണം എന്തായാലും ഉണ്ടാവണം. കാര്യം നമ്മുടെ നാട് നമ്മൾക്കറിയാം, നമ്മൾ എത്രത്തോളം ശുദ്ധമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷവും മുസ്ലിം ലീഗും ഒക്കെ ഒരുപാട് തവണ ലോകസഭയിലേക്ക് ജയിച്ചു പോയ ഒരു നാടാണ് നമ്മുടെ നാട്. ഈ നാട്ടിൽ ഇതുവരെ ഒരു അമ്പലത്തിന്റെ നേരെ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒരു മോശമായ രീതിയിലേക്ക് സംസാരം പോലും ഉണ്ടായിട്ടില്ല. ഇതുവരെയും പള്ളികളിലേക്കും ഇതുപോലെ ഒരു മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ തൃശ്ശൂരില് ഒരു സീറ്റിന്റെ ബലത്തിലാണ് അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വോട്ടർമാരാ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സമാധാനമാണ് ഈ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലൊരു പോസ്റ്റ് വന്നു, പോസ്റ്റ് ഞാൻ കണ്ടു, ആ ഒരു പോസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തു. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇത് UP അല്ല കേരളമാണെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ പോസ്റ്റില് ഈ ഇങ്ങനെ കയറി സംസാരിച്ച അയാൾക്കെതിരെ BJPയിൽ നിന്നുള്ള ആൾക്കാർ പോലും തെറി വിളിച്ചിട്ടുണ്ട്. പല രീതിയിൽ വളരെ കാര്യമായിട്ട് തന്നെ ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആവേശം കയറി രക്തമൊക്കെ ഇങ്ങനെ എന്താ പറയാ തിളച്ചിട്ട് വീണ്ടും ഇതുപോലൊക്കെ ചെയ്യാമെന്ന് കരുതി നിങ്ങൾ പള്ളികളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ അടി നിങ്ങൾക്കുണ്ടാവുക നിങ്ങൾ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്ന അല്ലെങ്കിൽ ജയ് വിളിക്കുന്ന BJP പ്രവർത്തകരിൽ തന്നെ ആയിരിക്കും കേട്ടോ. കാര്യം രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്ന ഒരുപാട് ആൾക്കാരുള്ള നാടാണ് നമ്മുടെ. വിദ്യാഭ്യാസപരമായൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങൾ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. അപ്പൊ എന്തായാലും എല്ലാം കറങ്ങി തെളിയട്ടെ, എല്ലാം നല്ലതിനാകട്ടെ, നാട്ടിലെ സമാധാനം സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.